അത് തന്നെ കുടുംബ പ്രശ്നം. നീ പറഞ്ഞാ അത് തന്നെ ഇവിടെ കൗൺസിലിങ്ങിന് വന്നാ. കൗൺസിലിംഗ് എന്താടി കൗൺസിലിംഗ് എന്താടി? ബോധവൽക്കരണം. അത് തന്നെ. ഒരു ബോധമല്ലാത്ത ഇവള് വേറെ ഏതോ ഒരു ബോധമല്ലാത്ത ഒരുത്തരെ കൊണ്ട് എന്നെ കൗൺസിലിംഗ് വന്നിരിക്കുന്നു. അത് ഒരു കാര്യം ചെയ്യും, ഒരു ഫുൾ എടുത്തു. ഞാൻ വന്നിട്ട് ഒട്ടും ബോധമല്ലാത്ത ഇറക്കാം. പുല്ല് ഇങ്ങനെ ഒരു കിഴങ്ങനെയാണല്ലോ എനിക്ക് കിട്ടിയത്. എന്തോന്ന് വെച്ച് എന്റെ തലയിൽ എഴുതിയത്? എന്റെ തലയിൽ എന്തോ എഴുതിയെന്ന് അറിഞ്ഞൂടാ. പക്ഷെ പുള്ളി എന്റെ തലയിൽ ഡ്രില്ലിംഗ് മിഷൻ കൊണ്ടാണ് എന്റെ പേര് എഴുതിയിരിക്കുന്നത്. ഹുമ്മടിക്കുന്നത് നീ ആരെ മുഖത്തോക്കടി? ഹുമ്മടിച്ചത് നീ ഭർത്താവ് മുഖത്തോക്കടി. ഞാൻ ഉണ്ട്, അപ്പൊ ഞാൻ അടിക്കും. ഇവിടെ എന്റെ കർത്താവേ, എത്ര നല്ല നല്ല ആലോചനകൾ നീ എനിക്ക് കൊണ്ടുതന്നത്. അവസാനം എന്റെ തലേ വന്ന് കേറിയത് ഇങ്ങനെ ഒരുത്തൻ. എന്റെ വിധി. നിനക്ക് വിധിയായിരിക്കും, പക്ഷെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയ ചതി. ഒരു കാര്യം ചെയ്യ്, അണ്ണ അവിടെ ഇരി. അണ്ണ അവിടെ ഇരിക്കാൻ എനിക്കുള്ള സമയം കൗൺസിലിംഗ് വന്നത്. കൗൺസിലറെ കാണാൻ കൗൺസിലിംഗിന് വന്നത്. കൗൺസിലിംഗ് വന്നാണ് ആളുടെ ഇരിക്കണം. അതിന് തന്നെ വന്നത്. എന്റെ പൊന്നെണ്ണ, എങ്ങനെയാണോ ഇതൊക്കെ നമ്മൾ സഹിക്കണത്? ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക്. എനിക്കാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കാണ് മനസ്സിലാവാത്തത്. ആർക്കടി മനസ്സിലാവാത്തത്? കണ്ട, ഞാൻ ഇപ്പൊ പറഞ്ഞതേ 3 പ്രാവശ്യം ചോദിച്ചു, ഇങ്ങനെ അതുപോലും മനസ്സിലായില്ല. കൗൺസിലർ ഇങ്ങോട്ട് വന്നോട്ട് എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം കേട്ടാ. നിങ്ങൾക്ക് എത്ര മണിക്ക് വരാൻ പറഞ്ഞു? എനിക്ക് 10 മണിക്കാണ് പോയിട്ട് കാര്യമുണ്ട്. നമ്മളടുത്ത് 10 മണിക്കാണ് വരാൻ പറഞ്ഞു. നമ്മളടുത്തല്ലേ 10 മണിക്ക് വരാൻ പറഞ്ഞു. നമ്മളടുത്താണ് 10 മണിക്ക് വരാൻ പറഞ്ഞത്. അല്ല, ഞങ്ങളടുത്താണ് 10 മണിക്ക് വരാൻ പറഞ്ഞത്. ഞങ്ങളോട് 10 മണിക്കാ പറഞ്ഞത്. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞങ്ങളടുത്ത് 10 മണിക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ രാവിലെ എത്തുകയും ചെയ്തു. അതെ, ഞങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ കാണിച്ചാൽ മതി. അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ കാണിച്ചാൽ നിങ്ങൾ കാണിച്ചാൽ മതി. പെണ്ണുങ്ങളെ, ഞങ്ങളും പെണ്ണുങ്ങളൊക്കെ തന്നെ. അല്ല, ഞാനും ഒരുപാട് പെണ്ണുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. ഒച്ച വെക്കാതിരിക്കേ. സാറേ, ഞാനാണ് സുഭാഷ്. സാർ എന്റെ അടുത്ത് എത്ര മണിക്കാണ് വരാൻ പറഞ്ഞത്? രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞു. ആണല്ലോ. എന്നിട്ട് ഈ പുള്ളി വന്നിരിക്കണം. സാറാ സുനില്, ഞാൻ മൊബൈലിൽ വിളിച്ച് പറഞ്ഞില്ലേ 10 മണിക്ക് വരുമെന്ന്. നിങ്ങളൊരു 2 പേരോട് ഞാൻ രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞു. കാരണം നിങ്ങളുടെ 2 പേരുടെയും പ്രശ്നം കേട്ടപ്പോൾ എനിക്ക് ഒരുപോലെയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങളെ 2 പേരെയും വെച്ച് ഒരേ സമയത്ത് ഞാൻ കൗൺസിൽ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അല്ല, അവിടെ കലിപ്പ് തന്നെ ഇല്ലേ? സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഒരേ ബസ്സിലെ യാത്രക്കാരാണ്. ഒരേ ബസ്സിലായിരിക്കും യാത്ര, പക്ഷെ പോകുന്നതേ ഇഷ്ടമില്ലാത്ത റൂട്ടിലോട്ടാ. എന്താ നിങ്ങളുടെ പ്രശ്നം? സാറേ, നേരെ വെളുത്ത് ഇരുട്ടുന്നത് വരെ വീട്ടു ജോലി മൊത്തം ഞാൻ ചെയ്യും. എന്നിട്ട് ഈ മനുഷ്യൻ നല്ലൊരു അഭിപ്രായം എന്റെ അടുത്ത് പറയൂല. അത് ശരിയാണോ? അത് ശരിയാണ്. കാരണം വീട്ടു ജോലി ചെയ്യേണ്ട സ്ത്രീകളാണ്. അങ്ങനെ പറയുന്നത് ശരിയാണോ? അത് കറക്റ്റ് ആണല്ലോ. വീട്ടു ജോലി ചെയ്യേണ്ട സ്ത്രീകളാണ്. കറക്റ്റ് ഡയലോഗ് ആണല്ലോ. മീറ്റർ കറക്റ്റ് ആണോ എന്നല്ല ഞാൻ ചോദിച്ചത്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഭാര്യ ജോലി ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിൽ ഭർത്താവും ജോലി ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിലേ ആ കുടുംബം സന്തോഷകരമായിട്ട് പോവുകയുള്ളൂ. നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി അടുത്ത് വരൂ, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയൊരു ചർച്ചയിലൂടെ പരിഹരിക്കാം. പക്ഷെ ഒരു കുടുംബത്തിനൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വലിയ പാടാണ്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയെ കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. പുള്ളി മറ്റേ ലോകരാജ്യങ്ങളെ പിറകെ പോയാണ്. നമുക്ക് എന്നെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. പരിഹരിക്കാൻ പറ്റിയാ എന്നെ പരിഹരിക്കാൻ പറ്റും. സാറേ, എനിക്ക് ജീവിതത്തെ പറ്റി ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഭർത്താവിനെ പറ്റി. എന്റെ ഭർത്താവ് പാട്ട് പാടുന്ന, ഡാൻസ് കളിക്കുന്ന, കോമഡി പറയുന്ന, എന്നെ എന്റർടൈൻ ചെയ്യുന്ന നല്ലൊരു ഭർത്താവായിരിക്കണമെന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. എന്റെ ഉഷേ, പിന്നെ നീ എന്താ എന്നെ കെട്ടിയത്? നീ ഒരു LED TV ഒക്കെ കളിക്കാത്തത്. അതാകുമ്പോ നിനക്ക് റിമോട്ട് മാറ്റി നിന്റെ ആഗ്രഹം മൊത്തം സാധിക്കായിരുന്നല്ലോ. അത് കിടന്ന കൗണ്ടർ. അയ്യോ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ സാറേ. ഇങ്ങനെ സ്വഭാവം എന്താണെന്ന് അറിയാം. ഇങ്ങോട്ട് മാറി നിൽക്കും സാറേ. ഞാനൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാ അത് നല്ലതാണെന്ന് ഇങ്ങേര് പറയൂല. അത് വളരെ മോശമാണ്. ഭാര്യ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അത് മോശമാണെങ്കിലും നല്ലതാന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടാകും. എന്റെ പൊന്നു സാറേ, ഇവിടെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ 1.5 മണിക്കൂറാണ് ഒരു ചുരിദാർ സെലക്ട് ചെയ്യാൻ. ഓഡിയേഷൻ ചെയ്താണ് ഒരു ചുരിദാർ എടുക്കുന്നത്. അത് വീണ്ടും ഞാൻ എന്തോന്ന് അഭിപ്രായം പറയുന്നേ? എന്റെ അടുത്ത് പറയൂല. അതേസമയം ഇങ്ങേരെ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഒരു പെണ്ണ് ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാ അടിപൊളി, സൂപ്പർ, അയ്യോ നന്നായിട്ട് ചേരുന്നു എന്ന് രാത്രി 12 മണിക്ക് മെസ്സേജ് അയക്കാൻ ഇങ്ങനെ അറിയാമോ? അങ്ങനെ രാത്രി 12 മണിക്ക് മെസ്സേജ് ചെയ്യാറുണ്ടോ? ഇവക്ക് വേണ്ടി ഇവക്ക് മനസ്സിലാക്കലേ നീ എന്റെ സ്നേഹം. എന്നിട്ട് ഞാൻ പറയുന്നത് അത് എവിടെ നിന്നാണെന്ന് നമ്മൾ അറിയണം. അത് അറിഞ്ഞ ആ കട ഏതെന്ന് അറിഞ്ഞാലല്ലേ ഇവക്ക് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വാങ്ങിച്ചു കൊടുത്തോ? വാങ്ങിച്ചു. എനിക്കല്ല, അവൾക്ക്. അത് അവളുടെ ഭർത്താവ് പിടിക്കാൻ ചെയ്ത് ഇങ്ങനെ കടയുടെ ഷർട്ട് ഇടുകയും ചെയ്തു. നീ വന്നത് ശരിയാണോ? നീ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി കേട്ടോ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനോ? അല്ല സാറേ, എനിക്കൊരു തലവേദന വന്നാ ഇത് ഞാൻ എന്നെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഹോസ്പിറ്റലിലോട്ട്. അപ്പുറത്തെ വീട്ടിലെ സിന്ധു ഒന്ന് നഖം വെട്ടിയപ്പോ ഇത്തിരി കോണം ഒന്ന് തെന്നിപ്പോയപ്പോ ഓടിപ്പോയിരിക്കുന്നു കൃത്രിമ ശ്വാസം കൊടുക്കാൻ. ശരിയാണോ? പഞ്ചപാവമാണ്. പഞ്ചപാവായിരുന്നെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കാതെ ഒറിജിനൽ ശ്വാസം കൊടുക്കാൻ പാടില്ലായിരുന്നോ? നോക്കാം, ശ്രമിക്കാം. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ജീവിതത്തിലെ കള്ളം പറയരുത്, കള്ളം പ്രവർത്തിക്കരുത്, സത്യം മാത്രം പറയണം കേട്ടോ. കള്ളം പറയരുത്. അത് ഇങ്ങോട്ട് പറഞ്ഞോളൂ സാറേ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. എനിക്ക് എന്തൊരു കുഴപ്പം? നിങ്ങളടുത്ത് വേണം പറയാൻ സാറേ. ഞാനേ
വീട്ടിൽ ഇങ്ങേർക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്ത് വെച്ചുണ്ടാക്കി കൊടുത്താലും അത് നല്ലതാണെന്നൊരു വാക്ക് ഇങ്ങേരെ വായിന്ന് വീഴൂല. ആര് പറയൂല? ഞാൻ പറയൂലേ? സഹോദരാ, ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയണം. എന്റെ പൊന്നു സാറേ, സാറിന് അറിഞ്ഞൂടാത്തോണ്ട് പിന്നെ നമ്മൾ ഒരു പുളിശ്ശേരി ഉണ്ടാക്കി ഞാൻ അടുത്ത് കഴിച്ചോടെ സൂപ്പർ എന്ന് വിറവുള്ളി എടുത്ത് എന്റെ പിറം തലയിൽ അടിച്ച് സാറേ. അതെന്തിനാണ് പുളിശ്ശേരി നല്ലതാന്ന് പറഞ്ഞേനെ? തലയ്ക്ക് വിറകൊള്ളിക്ക് തല്ലിയത്? സാറേ പായസം ഉണ്ടാക്കി വെച്ചപ്പോ പുളിശ്ശേരി നല്ലതാണെന്ന് പറഞ്ഞ പിന്നെ ഇങ്ങനെ ഞാൻ തല്ലട്ടെ? സാറേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് നേരത്തെ. വേറൊരു കാര്യം സാറേ, പറയ്. എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ഇവിടെ നിർത്തിക്കൊണ്ട് പറയണൊന്നുമല്ല. സത്യം പറഞ്ഞ കല്യാണം കഴിക്കരുത്. അങ്ങനെയൊന്നും പറയരുത്. അല്ല കഴിക്കരുത്. സത്യം. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആരെടുത്ത് വേണം സാർ ചോദിച്ചു നോക്കും. ഏതൊരു തരങ്കിലും ഒരു മിനിറ്റ് എങ്കിലും വിചാരിക്കും കല്യാണം കഴിക്കേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം സാറേ. സാറേ ഇപ്പൊ ഒരു വിവാഹം കെട്ട് നടക്കുന്നതിന് മുമ്പ് ആ കതിർ മണ്ഡപത്തിലോട്ട് നോക്കുമ്പോ പയ്യനെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. അവന്റെ അവസാനത്തെ ചിരിയും അവൾ അവസാനത്തെ കരച്ചിലുമാണ്. പിറ്റേ ദിവസം തൊട്ട് നേരെ തിരിയും. അന്നോട്ട് അവന്റെ കരച്ചിലാണ്. അയ്യോ സഹോദരൻ, അങ്ങനെ പറയരുതേ. ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും. സാർ ആ പറഞ്ഞത് കറക്റ്റാ. പിന്നിൽ സ്ത്രീ ഉണ്ടാവും. ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി കഴിഞ്ഞാൽ എന്റെ പിന്നിൽ ഇവളുണ്ടാവും. ഞാൻ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്റെ പിന്നിൽ ഇവളുണ്ടാവും. ഞാനൊരു കൂട്ടുകാരനെ കാണാൻ പോയി കഴിഞ്ഞാൽ എന്റെ പിന്നിലുണ്ടാവും. എന്തിന്? ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ എന്റെ പിന്നിലുണ്ടാവും. ഞാൻ ആരോട് സംസാരിക്കണം എന്ന് അറിയാൻ വേണ്ടി. എനിക്കറിയണം നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്. സാറേ സംശയമാണ് സാറേ, സംശയം. സാറേ ഇവൾക്ക് ഇഷ്ടംപോലെ ആൺ സുഹൃത്തുക്കളുണ്ട്. ഇവളെ ഫോണിൽ ഒരുപാട് ഫോൺ വരും, അത് മെസ്സേജ് വരും. ഞാൻ ഇന്ന് വരെ അത് ചോദിക്കാനോ ഒന്ന് നോക്കാനോ പോയിട്ടില്ല. പക്ഷെ എന്റെ പെൺസുഹൃത്ത് കുറെ പേര് വിളിക്കും. അതിന് ഇവള് പറയുന്നറിയാവോ? എന്റെ കാമുകിയാണ്, വേറെന്തോ സെറ്റപ്പ് ഉണ്ട്. എന്തിനു പറയണ്? അറ്റ്ലീസ്റ്റ് കസ്റ്റമർ കെയർ ഒരു സ്ത്രീ വിളിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ പേര് പറഞ്ഞ് 3 ദിവസം എനിക്ക് ചെവിയിലാക്കാൻ പറ്റില്ല വീട്ടിൽ. അറിയാം. ഇതെല്ലാം പോട്ടെ സാറേ, എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയാം സാറേ. അബ്ദുൽ കലാം സാറ്, സാർ കേൾക്കണം. അബ്ദുൽ കലാം സാറ്, വിവേകാനന്ദ സ്വാമികൾ, പിന്നെ ഈ ലോകം മറ്റേ റൗണ്ട് ആണെന്ന് കണ്ടുപിടിച്ച മോഹനല്ല മകല്ലൻ. ആദ്യം കണ്ടുപിടിച്ച റൗണ്ട് ആണെന്നല്ലേ അതേ ആ പുള്ളി. ഇവരൊക്കെ എത്ര ലെജൻഡ് ആവാനുള്ള കാര്യം എന്താണ് സാർ? അവര് ലെജൻഡ് ആകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിവും വിവരവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഒന്നുമല്ല, കല്യാണം കഴിക്കാത്തോണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മറ്റേ മോഹന പുള്ളിയുടെ വരുന്ന മകല്ലൻ ഭൂമി റൗണ്ട് ആണെന്ന് കണ്ടുപിടിക്കുക എത്ര ദിവസം എടുത്തിയാണ് പുള്ളി കല്യാണം കഴിച്ചെങ്കിൽ പെരക്കത്തിന്ന് വെളിയിലിറങ്ങും. അണ്ണാ കൂട്ടുകാരോട് അടിക്കാൻ പോണ അണ്ണാ വരുമ്പോ കരിവാട് വാങ്ങിച്ചോണ്ട് പറഞ്ഞാണ്. അണ്ണ ജംഗ്ഷനിലേക്കാണ് രണ്ടുപേർ മാവ് വാങ്ങിച്ചോണ്ടോ. പുള്ളി കക്കൂസ് പോലും കണ്ടുപിടിക്കില്ലായിരുന്നു. കക്കൂസ് പോലും ഞാൻ കല്യാണം കഴിച്ചു. ഇല്ലെങ്കിൽ ഞാൻ വല്ല ലെജൻഡ് പോയിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചനെ. ഞാൻ ലെജൻഡ് ആയനെ. അയ്യോ ലെജൻഡ്. കല്യാണം കഴിക്കാത്ത ഒരു കൊച്ചൻ വീട്ടിൽ ഇരിപ്പൂലേ? ലെജൻഡ് ആണോ? ഏജന്റ്, കഞ്ചാവ് കച്ചവടത്തിന്റെ. നിങ്ങളുടെ രണ്ട് ഫാമിലിയുടെ പ്രോബ്ലം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ പുരുഷന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ്. അവരിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. അല്ലെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. ഇനി സ്ത്രീകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുരുഷന്മാർ ഒരു യൂട്യൂബ് ചാനൽ പോലാണ്. അത് ശരിയാ. എന്ത് കണ്ടന്റ് ഇട്ടാലും റീച്ച് ആവൂല. ഇടത്തെ രീതി കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ആകും. അതെങ്ങനെ? പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക, പ്രവർത്തിക്കുക. അപ്പോൾ അത് റീച്ച് ആയിക്കോളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. എന്റെ പക്ഷേ നീ നല്ല കണ്ടന്റ് ഇതാ, ഞാൻ റീച്ച് ആക്കി തരാം. ആണോ? എന്നാ ഞാനൊരു നല്ല കണ്ടന്റ് വരട്ടെ. റീച്ച് ആക്കുവോ? നീയാ? അണ്ണൻ 2 കൂട്ടുകാരുടെ കൂടെ പോയി 2-4 പെഗടിച്ചു. നീയാണേ പറയണത്? നിന്റെ ബാബുണ്ടായി പറഞ്ഞത്? എന്റെ ദൈവമേ, നല്ല സൂപ്പർ കണ്ടന്റ്. ഞാനിതിനെ റീച്ച് ആക്കും, 1 മില്യൺ അടിക്കും. ഞാൻ ഉഴുതുണിയൊക്കെ ഊരി കളഞ്ഞ് ഇവിടെ കിടന്ന് അറമാനിക്കും. സൂപ്പർ കണ്ടന്റ്. അടിപൊളി അടിപൊളി. സ്നേഹിച്ചു കൊല്ലി. അടിപൊളി. വാ. കണ്ടാ സാറേ, കണ്ടാ ആണുങ്ങളെ സ്വഭാവം മാറിയത് കണ്ടാ? ഇത്ര നേരം സാറ് പറഞ്ഞത് ഇവിടെ തലയും കുലിക്കുന്നു കേട്ടാ. എന്നിട്ട് ഞങ്ങളെ വിളിക്കാതെ മുമ്പേ പോയത് കേട്ടോ. എടി കൊച്ചേ, നിനക്കപ്പോ കാര്യമൊന്നും മനസ്സിലായില്ലേ? ഈ സാർ എന്തുവാ പറഞ്ഞത്? ഈ പുരുഷന്മാരൊക്കെ യൂട്യൂബ് ചാനൽ പോലാന്ന്. തമ്പനയിലൊന്ന്, കണ്ടന്റ് വേറൊന്ന്. എന്നുവെച്ചാ പറയുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന വേറൊന്ന്. യൂട്യൂബും ഫേസ്ബുക്കും കറക്റ്റ് തന്നെ. പക്ഷെ പുരുഷന്മാരുടെ അവസ്ഥ ഇപ്പോഴും ഹാങ് ആയ മൊബൈലുകളാണ്. അങ്ങോട്ടും പോവാമോ ഇങ്ങോട്ടും പോവാമോ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? സഹോദര, ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ നമ്മൾ ഫോൺ എന്ത് ചെയ്യും? സാധാരണ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കും. അതുപോലെ ഓഫ് ചെയ്തങ്ങ് മാറിയിരുന്നാ മതി. മനസ്സിലായില്ല? അവളമാരെന്ത് പറഞ്ഞാൽ വാലും പൊട്ടി മിണ്ടാതങ്ങ് ഇരിക്കണമെന്ന് ഞാനങ്ങനെ കൃത്രിമ ശ്വാസം കൊടുക്കും. എന്റെ ഒരു കൃത്രിമ ശ്വാസം.